പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തങ്ങളുടെ അടുക്കിലേക്ക് ഒരു പ്രശ്നം വന്നെത്തി. അതെന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളി ഒരു ചെറിയൊരു പള്ളിയുടെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? ആ പള്ളിയുടെ മുകളിലേക്ക് പഴയ കാലങ്ങളിലൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ, പള്ളിയൊക്കെ ഓടിട്ട പള്ളിയാണ്. അപ്പം അങ്ങനെ ഒരു ഓടിട്ട പള്ളിയായിരുന്നു അത്. ആ പള്ളിയുടെ മുകളിലേക്ക് ഇങ്ങനെ തേങ്ങ വീണിട്ട് ആ ഓടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ ഹൈന്ദവരായ സ്ത്രീകളുടെ വീട്ടിൽ ആണ് ഈ തെങ്ങ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ പള്ളിയുടെ മേലേക്ക് തേങ്ങ വീഴുന്നത്. അപ്പം പള്ളി കമ്മിറ്റിക്കാർ ആളുകളൊക്കെ അവരോട് സംസാരിച്ചു, തെങ്ങ് മുറിച്ചു ഇവിടെ പള്ളിയിലേക്കല്ലേ വീഴുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, മകന് കുറച്ച് കാശുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രശ്നപരിഹാരത്തിനായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സമീപിച്ചപ്പോൾ തങ്ങളുപ്പാപ്പ ഒരു സംഖ്യ വെച്ചു കൊടുത്ത് പറഞ്ഞു, പള്ളി നമുക്ക് പൊളിച്ച് വാർപ്പാക്കണമെന്ന്. പ്രശ്നപരിഹാരമാണ് പറയുന്നത്. അപ്പം അതൊക്കെ ആ വീട്ടുകാരറിഞ്ഞു, ആ അമ്മി മോനൊക്കെ അറിഞ്ഞു. അങ്ങനെ അവർ പാണക്കാട്ടേക്ക് വണ്ടി കയറി. തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ ആ തെങ്ങ് മുറിച്ചോളാം, അപ്പോൾ അതൊരു കൽപ്പവൃക്ഷമല്ലേ അമ്മേ, അത് മുറിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഇതായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ തങ്ങളുപ്പാപ്പാൻ്റെ അടുക്കലേക്ക് വന്നാൽ ഏതൊരു പ്രശ്നത്തിന് വന്നാലും അവിടെ പരിഹാരം ഉണ്ടായിരുന്നു. കാരണം ഒരു വ്യക്തിയെ എങ്ങനെ നോക്കി അയാളുടെ ദുഃഖം കേട്ടിരിക്കാനും ഒരു വ്യക്തിയെ കേട്ടിരിക്കാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഏതൊരു വ്യക്തി ചെന്നാലും അദ്ദേഹം ദുഃഖിച്ച് വിഷമിച്ചാണ് ചെല്ലുന്നത് എങ്കിൽ, ഇപ്പം നമ്മൾ ചെറുപ്പകാലത്ത്, നമ്മളെ കുട്ടിക്കാലത്ത് അതായത് നമ്മളൊരു ചെറിയൊരു കുട്ടി എന്ന് പറഞ്ഞാൽ സ്കൂൾ പോലും പഠിക്കാതെ ചേർത്താൻ പറ്റാത്ത ഒരു പ്രായമുണ്ടാവല്ലോ. അതിൽ നമ്മൾ കളിച്ചിട്ട് വല്ല മുട്ടിൻ്റെ തൊലി പോയാൽ നമ്മൾ വിഷമിക്കുന്ന കണ്ട നമ്മളെ മാതാവോ പിതാവോ വന്നിട്ട് നമ്മളോട് പറയും, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കുട്ടിക്കുണ്ടാവുന്ന ഒരു ആശ്വാസവും സമാധാനവും എത്രത്തോളമാണ്. അതേപോലെയാണ് നമ്മളെന്തെങ്കിലും പ്രശ്നത്തിന് പ്രയാസത്തിലകപ്പെട്ട് അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ വിഷമിക്കണ്ട, സമാധാനപ്പെടുക എന്നൊക്കെ. കോരിച്ചൊഴിയുന്ന നല്ല മഴ ശക്തമായി പെയ്യുന്നു. ആ മഴ പെയ്യുന്ന സമയത്ത് ഒരു അമ്മയും മോളും, ഈ അമ്മയും മോളും വളരെയേറെ വേദനയിലാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? ആ മകൾക്ക് വയറ്റിലുണ്ട്. ആ വയറ്റിലുള്ള ആ കുട്ടി പ്രസവ വേദന വന്നിട്ടാണ് മകൾ നിൽക്കുന്നത്. അങ്ങിങ്ങുമായി വീടുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ആ കയ്യിലൊരു കൊടയും ഒരു കയ്യിൽ മകളെയും ചേർത്ത് പിടിച്ച് ആ അമ്മ റോട്ടിലേക്ക് ഇറങ്ങി. ഏകദേശം 1 കിലോമീറ്റർ വരെ അവർ നടന്നു. പല വലിയ വലിയ വാഹനങ്ങളും പോകുന്നത് അവരെ കണ്ണിൽ പെട്ടു. എങ്കിൽ പോലും അവർ എത്രയോ വാഹനങ്ങൾക്ക് കൈ കാണിച്ചു, അതൊന്നും നിർത്താതെ അവരെ നിരാശയുടെ പടുകുഴിയിലേക്ക് അവർ വീണു. ശക്തമായ മഴയത്താണ് അങ്ങനെ ആ മകൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ അവിടെ തളർന്നിരുന്നു. ഇത് കണ്ടപ്പോൾ അമ്മയുടെ മനസ്സും വല്ലാണ്ട് പെടഞ്ഞു. അപ്പോഴാണ് ഒരു കാർ അവരെ അടുക്കലേക്ക് നീങ്ങി വരുന്നത് കണ്ടത്. ആ കാറിൽ ഇരുന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അവർക്ക് വേണ്ടി ആ കാറിൻ്റെ ഡോറുകൾ തുറക്കപ്പെട്ടു. ഡ്രൈവറോട് എല്ലാം പറഞ്ഞേൽപ്പിച്ചു. പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ പൊരിഞ്ഞ മഴയത്ത് അദ്ദേഹം ഇറങ്ങി. അവരെ മലപ്പുറം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രൈവർ. ആ മഴയത്ത്, ശക്തമായ മഴയത്ത് അവിടെ നിൽക്കുകയായിരുന്നു ബഹുമാനപ്പെട്ടവർ. അവിടെയുള്ള പീഡികത്തിണ്ണയിലും മറ്റും ചിലവഴിച്ചു ആ രാത്രിയിൽ. അങ്ങനെ ആ ഡ്രൈവർ വന്നു.
അവർക്ക് വേണ്ടി സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തു തങ്ങൾ. ഇതായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എത്ര തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹം അതായത് ഇപ്പോൾ ഒരു മനുഷ്യ മനസ്സ് പെടയാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തോൽക്കാൻ അത് സാരമില്ല മോനെ, എന്തിനാ വിഷമിക്കുന്നത്. ഈ ഒരു വാക്ക് തങ്ങളുടെ അടുക്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സമാധാനമായിരുന്നു എല്ലാ ജനങ്ങൾക്കും. മനസ്സിലായില്ലേ? എല്ലാ ആളുകൾക്കും ഒരു സമാധാനം കിട്ടുമോ അത് പറഞ്ഞാൽ. തങ്ങളാണ് പറയുന്നത് എന്നുള്ളൊരു എന്താണ് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലായത്. വല്ലാത്തൊരു മനസ്സമാധാനം ആണ് അദ്ദേഹം കൊടുത്തിരുന്നത് ഓരോ വ്യക്തികൾക്കും. ഓരോ വ്യക്തികളെയും സമാധാനിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് എത്രയോ സഹായങ്ങൾ തങ്ങൾ ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ തോടുകളിലുള്ള മത്സ്യങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. തോട്ടിൽ നിന്നൊക്കെ വരുന്ന മത്സ്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഭയങ്കര ഒരു രസമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതി തോട്ടിലുള്ള മീനുകൾ. ചെറുമീനുകളോട് തങ്ങൾ പാപ്പാക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ചെറിയ മീനുകൾ. അതുപോലെ തന്നെ തങ്ങൾക്ക് ഏറ്റവും വലിയൊരു താല്പര്യം ക്ലോക്കുകളോട് ഭയങ്കര താല്പര്യം. ധാരാളം ക്ലോക്ക് ശേഖരണങ്ങൾ തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ശ്രീ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ താല്പര്യം പഴയ പുരാതന വസ്തുക്കളോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. പഴയ പഴയ സാധനങ്ങളിലേക്ക്. അപ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ അതുപോലൊരു താല്പര്യമായിരുന്നു തങ്ങൾക്ക്. ഇങ്ങനെ ക്ലോക്ക് ശേഖരണങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ തങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷമം ഒരാൾ വന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ മറുപടി കൊടുത്ത് അതിന് പരിഹാരം കാണും എന്നുള്ളത് മാത്രമല്ല, അയാളെ അറിയാനുള്ളൊരു കഴിവ് തങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ആളടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും അയാൾ പൂർണ്ണമായി നമ്മളെ മനസ്സിലാക്കാനോ നമ്മളെ കേട്ടിരിക്കാനോ തയ്യാറാകാത്ത ആളുകളാവാം ഭൂരിഭാഗം ആളുകൾ. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും മറ്റുള്ളവരെ കേട്ടിരിക്കാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ചില ആളുകൾക്കും മടിയാണ്. അല്ലെങ്കിൽ മടിയാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. പക്ഷെ തങ്ങൾക്ക് അങ്ങനെയില്ലായിരുന്നു. എല്ലാം നോക്കി മനസ്സിലാക്കി അയാളെ ആശ്വസിപ്പിക്കാനുള്ളൊരു വലിയ ചിന്താഗതി തങ്ങൾക്കുണ്ടായിരുന്നു. പാണക്കാട് കുടുംബം എന്ന് വെച്ചാൽ ആ കുടുംബത്തിന് മുഴുവനും ആ ഒരു ഇതുണ്ട് സംഗതി. പൂക്കോയ തങ്ങൾ പാപ്പാൻ്റെ മക്കളല്ലേ അവർക്ക് എല്ലാവർക്കും ആ ഒരു വാസന കിട്ടിയിട്ടുണ്ട്. നിരാശപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക, അകറ്റി മാറ്റാൻ ഒരിക്കലും തങ്ങൾ ശ്രമിച്ചിട്ടില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരെ സാന്ത്വനിപ്പിക്കാൻ മാത്രമാണ് തങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.